നമ്മൾ ഡാറ്റ സ്ട്രക്ചറിലെ അറൈസ് ആൻഡ് സ്റ്റാക്ക് ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് ഡാറ്റ സ്ട്രക്ചറാണ് ക്യൂ. ഓക്കെ, ക്യൂ ഫിഫോ പോളിസി അനുസരിച്ചാണ് വർക്ക് ചെയ്യുക. സ്റ്റാക്ക് നമ്മൾ പറഞ്ഞു ലിഫോ പോളിസി ആയിരുന്നു അല്ലേ? സ്റ്റാക്കിൻ്റെത് ലിഫോ പോളിസി ആയിരുന്നു. അതായത് ലാസ്റ്റ് ഇൻസേർട്ട് ചെയ്ത് ഐറ്റംസ് ആയിരിക്കും ഫസ്റ്റ് ഔട്ട് ചെയ്യുക. അതുപോലെ ക്യൂവിൽ ഫിഫോ പോളിസിയാണ് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ഫസ്റ്റ് ഔട്ട് എന്ന് പറയുമ്പോൾ ആദ്യം ഇൻസേർട്ട് ചെയ്ത ഐറ്റംസിനെ ആദ്യം ഔട്ട് ചെയ്യും, ഡിലീറ്റ് ചെയ്യാൻ കഴിയും നമുക്ക്. ക്യൂ എന്ന് പറയുമ്പോൾ ഒരു ഫിസിക്കൽ വേൾഡ് എക്സാമ്പിൾ നമ്മൾ സാധാരണ ഒരു ടിക്കറ്റ് കൗണ്ടറിൽ ക്യൂ നിൽക്കൂലേ, അതുപോലെ ഒരു ഡാറ്റ സ്ട്രക്ചർ വർക്ക് ചെയ്യുന്നതാണ് ക്യൂ ഡാറ്റ സ്ട്രക്ചർ. അതായത് ഇപ്പോൾ നമ്മളൊരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്, ഇതിൽ കുറച്ച് ആളുകൾ നമ്മൾ ക്യൂവിൽ നിന്ന്, ഓക്കെ, അതിൽ ഫസ്റ്റ് ഇൻസേർട്ട് ചെയ്ത ആൾ എപ്പോഴും ഫ്രണ്ട് റോലായിരിക്കും അല്ലേ? ഈ ഫ്രണ്ടിലെ ആൾ ആണ് ഫസ്റ്റ് അതിൽ നിന്ന് ക്യൂന്ന് പുറത്ത് പോവുക അല്ലേ? അപ്പോൾ ഇതാണ് ഒരു ക്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റ്. അപ്പോൾ അതുപോലെ ഒരു മെമ്മറി എലമെൻ്റാണ് ക്യൂ ഡാറ്റ സ്ട്രക്ചർ. ക്യൂ ഡാറ്റ സ്ട്രക്ചറിൽ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇതാണ് ക്യൂ. ഇതാണ് ക്യൂ ഡാറ്റ സ്ട്രക്ചർ വരുന്നത്. ക്യൂ ഡാറ്റ സ്ട്രക്ചറിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഇതിൽ ഫസ്റ്റ് എലമെൻറ്റ് എന്താണ്? ഫസ്റ്റ് എലമെൻറ്റ് എപ്പോഴും ഫ്രണ്ടിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിനെ നമ്മൾ ഫ്രണ്ട് അല്ലെങ്കിൽ ഹെഡ് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യാൻ കഴിയും. ഓക്കെ, ഏറ്റവും ലാസ്റ്റ് എലമെൻറ്റ് ഏറ്റവും ടൈൽ എൻഡിലായിരിക്കും അല്ലേ? ക്യൂവിൻ്റെ ടൈൽ എൻഡിലായിരിക്കും. അതിനെ നമ്മൾ ബാക്ക് എൻഡ് അല്ലെങ്കിൽ ടൈല് അല്ലെങ്കിൽ റിയർ എൻഡ് എന്ന് പറയും. കോമൺ ആയിട്ട് നമ്മൾ ഫ്രണ്ടും റിയറും ആണ് റെപ്രസെൻ്റ് ചെയ്യുക. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഒരു ക്യൂവിൽ ഇൻസേർട്ട് ചെയ്യുന്നത് നോക്കാം. ക്യൂവിൽ ഇപ്പോൾ എൻ്റെ കയ്യിൽ 5 എലമെൻ്റാണുള്ളത്. ABCDE എന്ന് പറഞ്ഞിട്ടുള്ള 5 എലമെൻ്റാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് എലമെൻറ്റിന് എനിക്ക് ഇൻസേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് എലമെൻറ്റ് ക്യൂവിലെ ഫസ്റ്റ് പൊസിഷനിലാണ് വരിക. ഓക്കെ, ഫസ്റ്റ് പൊസിഷനിൽ വന്നു A. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പൊസിഷനിൽ അറിയുമ്പോൾ നമ്മൾ ഇതിനെ എഫ് ആണ് റെപ്രസെൻ്റ് ചെയ്യുക. അതായത് ഫ്രണ്ടിലെ എലമെൻ്റ് എന്ന് പറഞ്ഞിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുക. നെക്സ്റ്റ് ബി വരുമ്പോൾ എൻ്റെ ബാക്കിൽ നിന്നും, സി അതിൻ്റെ ബാക്കിൽ, ഡി അതിൻ്റെ ബാക്കിൽ, ഇ അതിൻ്റെ ബാക്കിൽ അല്ലേ? അപ്പോൾ ഇ ആണ് ഏറ്റവും അവസാനത്തെ എലമെൻറ്റ്. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യും? റിയർ ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യുക. ഫ്രണ്ട് ആൻഡ് റിയർ, ഇങ്ങനെയാണ് ക്യൂവിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് ക്യൂവിൻ്റെ ഓപ്പറേഷൻസ് ഉണ്ട്. ക്യൂ ഓപ്പറേഷൻസ്, ഈ ഒരു ക്യൂ കിട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ എന്തെല്ലാം ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ കഴിയും നോക്കാം. ഫസ്റ്റ് വണ്ണാണ് എന്താണ്? എൻ ക്യൂ. ഓക്കെ, എൻ ക്യൂ ഉണ്ട്, ഡി ക്യൂ ഉണ്ട്, നമ്മൾ സ്റ്റാർട്ടിൽ പറഞ്ഞ പോലെ ഈസ് എം ടി, ഈസ് ഫുൾ, പിന്നെ സൈസ്. ഓക്കെ, എൻ ക്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റാക്കിൽ ഒരു ഡാറ്റനെ ഇൻസേർട്ട് ചെയ്യുന്നതിനെ നമ്മൾ എന്ത് പറയുന്നു? സ്റ്റാക്കിലെ ഒരു ഡാറ്റനെ ഇൻസേർട്ട് ചെയ്യുന്നതിനെ നമ്മൾ പുഷ് എന്ന് പറയുന്നു അല്ലേ? അതുപോലെ ക്യൂവിൽ ഒരു ഡാറ്റനെ ഇൻസേർട്ട് ചെയ്യുന്നതിനെ നമ്മൾ എൻ ക്യൂ എന്നാണ് പറയുക. ഓക്കെ, സ്റ്റാക്കിൽ ഒരു ഡാറ്റനെ ഡിലീറ്റ് ചെയ്യുന്നതിനെ പോപ്പ് എന്ന് പറയുന്നു. ക്യൂവിൽ ഒരു ഡാറ്റനെ ഡിലീറ്റ് ചെയ്യുന്നതിനെ നമ്മൾ ഡി ക്യൂ എന്ന് പറയുന്നു. ഓക്കെ, പിന്നെ ഈസ് ഫുൾ എന്ന് പറഞ്ഞാൽ ക്യൂ ഫുള്ളാണോ ചെക്ക് ചെയ്യുന്നത്. ഈസ് എം ടി എന്ന് പറഞ്ഞാൽ ക്യൂ എം ടി ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത്. അതായത് ഒരു ക്യൂ കണ്ടെയ്നിങ്സ് ഓൾ ദ സെൽസ് അക്കോമഡേറ്റ് ഫുള്ളി ഓക്കുപ്പൈഡ് സെൽസ് അല്ലേ? അതാണ് ഈസ് ഫുൾ. ഈസ് എം ടി എന്ന് പറഞ്ഞാൽ ഒരു സെല്ലിലും ഒരു ഡാറ്റയും ഇല്ല. ഓക്കെ, അപ്പോൾ ക്യൂവിനെ നമുക്ക് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാൻ നമുക്കറിയാം. ഇപ്പോൾ ക്യൂവിനെ ഇപ്പോൾ ഒരു ക്യൂ ഓഫ് 6 പറഞ്ഞിട്ടുള്ളൊരു ഇതാണെങ്കിൽ 6 സെൽസുകളുള്ള ഒരു ക്യൂ ആയിരിക്കും. അതായത് 0 to 5 ഇൻഡെക്സ് വരുന്നത്. ഫസ്റ്റ് പൊസിഷന് നമ്മൾ എഫ് പറയും, ഏറ്റവും അവസാനത്തിലെ റിയർ എന്ന് പറയും. പക്ഷേ ഇപ്പോൾ ഇവിടെ രണ്ടും എം ടി ആയതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഫസ്റ്റ് റിയർ കാണിക്കില്ല. ഒരു എലമെൻറ്റ് വന്നു കഴിഞ്ഞാലാണ് അതിനെ ഫസ്റ്റ് എലമെൻറ്റും ലാസ്റ്റ് എലമെൻറ്റും നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാം. ഇത് വെറുതെ ക്യൂവിൽ ഇങ്ങനെയാണ് റെപ്രസെൻ്റ്. ഇപ്പോൾ ഇത് ഫുള്ളി എലമെൻ്റ് ആണെങ്കിൽ ഇപ്പോൾ 1 2 3 4 5 6 ഇങ്ങനെ ഇത്ര എലമെൻറ്റ് ഇതിൻ്റെ ഉള്ളിലുണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഫ്രണ്ട് എവിടെയാണ് റിയർ എവിടെയാണ് കാണാൻ കഴിയുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ഇനി അപ്ലിക്കേഷൻസ് ഓഫ് ക്യൂ. നമ്മൾ
ആപ്ലിക്കേഷൻസ് ഓഫ് ക്യൂ പറയുന്ന സമയത്ത് ഫസ്റ്റ് BFS ഇമ്പോർട്ടൻ്റ് ആണ്. ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ക്യൂ ആണ് യൂസ് ചെയ്യുന്നത്. അതായത് ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ച്, പിന്നെ ജോബ് ഷെഡ്യൂളിങ്, ലെവൽ വൈസ് പ്രിൻറ്റിങ്, വെയിറ്റിംഗ് ടൈം അറ്റ് കോൾ സെൻറ്റർ, ഹാൻഡ്ലിംഗ് ഇൻറ്ററപ്റ്റ്. ഹാൻഡ്ലിംഗ് ഇൻറ്ററപ്റ്റും ഈ BFSും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ്. ശ്രദ്ധിക്കുക, ഇത് മൊത്തം എക്സാമിന് വരും. അതായത് ഒരു ആപ്ലിക്കേഷൻ തന്നിട്ട് അത് ഏത് ഡാറ്റ സ്ട്രക്ചറിൻ്റെ ആപ്ലിക്കേഷൻ ആണെന്ന് ചോദിക്കും. ഇങ്ങനെ പഠിച്ച് നിങ്ങൾ BFS നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ച് അല്ലേ, BFS അതിൻ്റെ ഫുൾ ഫോം നോക്കിക്കോട്ടോ, ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ച്. ഇത് ആരുടെ ആപ്ലിക്കേഷനാണ്? ഇത് ക്യൂവിൻ്റെ ആപ്ലിക്കേഷനാണ്. ഓക്കെ, ഇനി ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ച്, ഡെപ്ത്ത് ഫസ്റ്റ് സെർച്ച് ഉണ്ട് അല്ലേ, നമ്മൾ സ്റ്റാക്കിൽ പറഞ്ഞു. ഡെപ്ത്ത് ഫസ്റ്റ് സെർച്ച് സ്റ്റാക്കിൻ്റെ ആപ്ലിക്കേഷനാണ്, ബ്രെഡ്ത്തും ഡെപ്ത്തും. ഓക്കെ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണുള്ളത്. ആ ക്വസ്റ്റ്യൻ നോക്കാം. 5 items PQRST are pushed in a stack one after another സ്റ്റാർട്ടിങ് ഫ്രം പിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് T വരെയുള്ള ഡാറ്റ ഐറ്റംസിനെ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്തു അല്ലേ. സ്റ്റാക്കിലേക്കാണ് പുഷ് ചെയ്തത്. ദ സ്റ്റാക്ക് ഈസ് പോപ്ഡ് ഫോർ, അതായത് ഫസ്റ്റ് നമ്മൾ എന്താ P മുതൽ PQRS സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്തു. അപ്പോൾ P ഇവിടെ വരും, QRST. ഓക്കെ, സ്റ്റാക്ക് ഈസ് പോപ്ഡ് 4 times ആൻഡ് ഈച്ച് ഐറ്റം അതായത് ഇതാണ് ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക് അല്ലേ. ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക് നമുക്കറിയാം. ടോപ്പ് ഓഫ് ദ സ്റ്റാക്കിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുക, പോപ്പ് ചെയ്യുക ഫസ്റ്റ് മുതൽ. ഓക്കെ, നെക്സ്റ്റ് 4 items പോപ്ഡ് 4 items നമ്മൾ പോപ്പ് ചെയ്തു. ദെൻ ഈച്ച് ഐറ്റം ഈസ് ഇൻസേർട്ടഡ് ഇൻ ടു ക്യൂ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടീനെ പോപ്പ് ചെയ്ത് കഴിഞ്ഞ് ഈ ടീനെ എന്ത് ചെയ്തു, ക്യൂവിലേക്ക് ഇൻസേർട്ട് ചെയ്തു. ഓക്കെ, ഈ ക്യൂവിലേക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ക്യൂ ഇവിടെ എവിടെയാണ് വരിക, അപ്പോൾ അത് ക്യൂ ഇതിൻ്റെ ഫ്രണ്ട് ആണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിലാണ് ഫസ്റ്റ് ഇൻസേർട്ട് ചെയ്ത ഐറ്റം വരിക അല്ലേ. അതിൻ്റെ ബാക്ക് സൈഡിലായിരിക്കും എന്ത് നെക്സ്റ്റ് ഇൻസേർട്ട് ചെയ്ത ഐറ്റം. ഓക്കെ, ദെൻ ഈച്ച് എലമെൻറ്റ് ഇൻസേർട്ടഡ് ഇൻ ടു ക്യൂ അല്ല. ഓക്കെ, T നെക്സ്റ്റ് S ഇൻസേർട്ട് ചെയ്തു, നെക്സ്റ്റ് R ഇൻസേർട്ട് ചെയ്തു, നെക്സ്റ്റ് Q ഇൻസേർട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതൊക്കെ അതിനനുസരിച്ച് എന്ത് ചെയ്യുക, ഫസ്റ്റ് T ഡിലീറ്റ് ചെയ്തു, T ഡിലീറ്റ് ചെയ്തതിന് ശേഷം T ഇൻസേർട്ട് ചെയ്തതാണ്. S ഡിലീറ്റ് ചെയ്തതിന് ശേഷം S ഇൻസേർട്ട് ചെയ്തു ക്യൂവിലേക്ക്. R സ്റ്റാക്കിൽ നിന്ന് ഡിലീറ്റ് ചെയ്തു, R ക്യൂവിലേക്ക് ഇൻസേർട്ട് ചെയ്തു. Q സ്റ്റാക്കിൽ നിന്ന് പോപ്പ് ചെയ്തു, ക്യൂവിലേക്ക് ഇൻസേർട്ട് ചെയ്തു. നെക്സ്റ്റ് ലൈൻ വെച്ചോ. ദെൻ 2 elements are deleted from the queue and pushed back on the stack അല്ലേ. അതായത് 2 എലമെൻറ്റ് ക്യൂവിൽ നിന്ന് പിന്നെ ഒരു വട്ടം കൂടി ഡിലീറ്റ് ചെയ്യണം. ഓക്കെ, ക്യൂവിൽ നിന്ന് ഡിലീറ്റ് ചെയ്തിട്ട് ഏതിലേക്ക് പുഷ് ചെയ്യണം, സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ടീനെ, അതായത് ക്യൂവിലെ ഫ്രണ്ടിൽ നിന്നാണ് നമ്മൾ ഡിലീഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ക്യൂവിൽ നിന്ന് ടീനെ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ടീനെ ഡിലീറ്റ് ചെയ്തിട്ട് നേരെ സ്റ്റാക്കിലേക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോൾ സ്റ്റാക്കിലെ T ഇവിടെ വരും അല്ലേ. ഇനി അടുത്ത ആളാരാ, 2 ഐറ്റത്തിനെ ഡിലീറ്റ് ചെയ്യേണ്ടതാണ്. എസ്സിനെ ഡിലീറ്റ് ചെയ്തു, എസ്സിനെ ഡിലീറ്റ് ചെയ്ത് സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്തു. എസ്സിനെ ഡിലീറ്റ് ചെയ്ത് സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്താൽ ഇവിടെ വരും. ഓക്കെ, അപ്പോൾ ഇത്ര നമ്മൾ ചെയ്തു. അപ്പോൾ Tയും Sഉം ഡിലീറ്റായി. ഓക്കെ, ദെൻ 2 elements are deleted from the queue and pushed back on the stack. നമ്മൾ ചെയ്തു അല്ലേ. Now 1 item is popped from the stack. The popped items is, നമ്മൾ ഇനി ഒരു ഐറ്റം നമുക്ക് പോപ്പ് ചെയ്യണം, സ്റ്റാക്കിൽ നിന്ന് പോപ്പ് ചെയ്യണം അല്ലേ. ഒരു ഐറ്റം സ്റ്റാക്കിൽ നിന്ന് പോപ്പ് ചെയ്യുമ്പോൾ, ഇപ്പോൾ സ്റ്റാക്കിൽ നിന്ന് പോപ്പ് ചെയ്യാന്നാൽ അതിൻ്റെ ടോപ്പ് ഓഫ് എലമെൻറ്റ് ഇതാണ് അല്ലേ. ഇപ്പോൾ ടോപ്പ് ഇതാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു, പോപ്പ് ചെയ്ത് കഴിഞ്ഞു. ഈ പോപ്പ്ഡ് ഐറ്റം ഏതാണ് ചോദിച്ചിട്ടുള്ളത്. പോപ്പ്ഡ് ഐറ്റം ഏതാ, എസ് ആണ് അല്ലേ. ക്വസ്റ്റ്യൻ സിമ്പിൾ അല്ലേ. അപ്പോൾ സ്റ്റാക്കിൻ്റെയും ക്യൂവിൻ്റെയും കൺസെപ്റ്റ് നമ്മൾക്ക് അറിഞ്ഞാൽ ഇത് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ സ്റ്റാക്ക് ക്യാൻ ബി ഇംപ്ലിമെൻറ്റ് യൂസിങ് ക്യൂ ബട്ട് ദെൻ വി നീഡ് ടു അറ്റ്ലീസ്റ്റ്, അതായത് നമുക്ക് ഒരു സ്റ്റാക്ക് ക്യൂ വെച്ചിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, 2 ക്യൂ ആവശ്യം ഉണ്ടാവും. ഓക്കെ, അതായത് സ്റ്റാക്ക് ക്യൂ വെച്ചിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാന്ന് പറയുന്ന, ഇപ്പോൾ നമ്മുടെ കയ്യിൽ
രണ്ട് ക്യൂ ഉണ്ട്. ഓക്കെ, രണ്ട് ക്യൂ ഉണ്ട്. ഇപ്പോൾ എ ബി സി. ഓക്കെ, സ്റ്റാക്കിൻ്റെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് എന്താ? ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് അല്ലേ? അപ്പോൾ എനിക്ക് ഇതിൽ നിന്ന് എ ബി സി, സി ഫസ്റ്റ് പോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതൊരു ക്യൂ ആണ്. അതായത് സ്റ്റാക്കിൻ്റെ ഓപ്പറേഷൻ നമ്മൾ നോക്കാം. ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, സ്റ്റാക്കിലേക്ക് ഞാൻ എ ബി സി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എലമെൻ്റ് ഇട്ടു. എലമെൻ്റ് ഇട്ട് ഇതിൻ്റെ ഓപ്പറേഷൻ വഴി എനിക്ക് സീനെയാണ് ഫസ്റ്റ് കിട്ടേണ്ടത്. ഇതാണ് എനിക്കൊരു ഓപ്പറേഷൻ. ഇത് ഈ സാധനം ഞാൻ ഒരു ക്യൂ വെച്ചിട്ട് ചെയ്യാൻ എനിക്ക് കഴിയില്ല. കാരണം എ ബി സി 3 എലമെൻറ്റ് ഞാൻ സ്റ്റാക്കിലേക്ക് അല്ല ക്യൂവിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? ഇത് എ ആയിരിക്കും ആദ്യം ഡിലീറ്റ് ആയി പോവുക. പക്ഷെ എനിക്ക് സി ആണ് ഡിലീറ്റ് ചെയ്യേണ്ടത്. സ്റ്റാക്കിൻ്റെ ഓപ്പറേഷനാണ് എനിക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഒരു ക്യൂവും കൂടി ഇട്ടു. ഒരു ക്യൂ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്ത് ഓക്കെ, ഇത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പോർഷനാണ്. നമ്മൾ കുറച്ച് ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ പഠിക്കേണ്ടി വരും. നമുക്ക് ബെറ്റർ ഇത് കൺഫ്യൂസിങ് ആയതുകൊണ്ട് ഇത് നമുക്കിങ്ങനെ ഒന്ന് ഡിലീറ്റ് ആക്കിയിട്ട് ജസ്റ്റ് ഇങ്ങനെ പഠിച്ചു വെക്കുക. എന്താണ്, ഒരു സ്റ്റാക്ക് വെച്ചിട്ട് ക്യൂനെ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 സ്റ്റാക്ക് ആവശ്യമുണ്ടാവും. ഓക്കെ, ക്യൂ ക്യാൻ ബി ഇംപ്ലിമെൻറ്റഡ് യൂസിങ് 2 സ്റ്റാക്സ്. അതുപോലെ തന്നെ സ്റ്റാക്ക് ക്യാൻ ബി ഇംപ്ലിമെൻറ്റഡ് യൂസിങ് 2 ക്യൂസ്. 2 ക്യൂവും 2 സ്റ്റാക്കും ഉണ്ടെങ്കിൽ നമുക്കതിൻ്റെ ക്യൂവും സ്റ്റാക്കും നേരെ തിരിച്ച് സ്റ്റാക്കും ക്യൂവും ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ഒരു ക്യൂവിനെ കൺസിഡർ ചെയ്യാം. ഇതൊരു ക്യൂ ആണ്. ഇതിന് ഇൻഡെക്സ് 0 1 2 3 4 വരെയുള്ള ഇൻഡെക്സ് വരുന്ന ഒരു ക്യൂ ആണ്. ഓക്കെ, നമുക്ക് ചോദിക്കും ക്യൂവിൻ്റെ എം ടി കണ്ടീഷൻ എന്താണ്, ക്യൂവിൻ്റെ ഫുള്ളി കണ്ടീഷൻ എന്താണെന്ന് ചോദിക്കും. അതായത് ഒരു ക്യൂവിൻ്റെ എം ടി കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ, അതായത് ക്യൂ ഇനീഷ്യലി ഒരൊറ്റ വാല്യൂ ഇല്ലയെന്നുണ്ടെങ്കിലല്ലേ ആ ക്യൂ എം ടി ആണെന്ന് പറയാൻ പറ്റുള്ളൂ അല്ലേ? അപ്പോൾ നമ്മൾ അതിൻ്റെ ഇൻഡെക്സ് പോയിൻ്റ് ആണ് പറയാം. അതായത് ക്യൂ ഫ്രണ്ട് നമ്മൾ ഇതിനെ ഇങ്ങനെ നമ്മൾ പറഞ്ഞു അല്ലേ, ഈ ഒരു പൊസിഷനിൽ നമ്മൾ ഫ്രണ്ട് എന്ന് പറഞ്ഞു. ഇത് ഫുള്ളി ഒക്യുപ്പൈഡ് ആയാൽ അതിൻ്റെ ഏറ്റവും ബാക്ക് സൈഡിനെ നമ്മൾ എന്ത് പറയും? റിയർ എന്ന് പറഞ്ഞു അല്ലേ? എം ടി ആവുന്ന ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ഈക്വൽ ടു റിയർ ഈക്വൽ ടു -1 ആണ്. ഓക്കെ, ഫ്രണ്ട്. ഇനി എൻ്റെ കയ്യിൽ എ ബി സി ഡി ഇ എന്ന് പറഞ്ഞിട്ടുള്ള 5 എലമെൻറ്റ്സ് ഉണ്ട്. ഓക്കെ, 5 സെല്ലല്ല, 5 എലമെൻറ്റ്സ് ഉണ്ട്. ഇനി ഞാൻ എന്ത് ചെയ്തു? എം ടി കണ്ടീഷൻ എഫ് ഈക്വൽ ടു ആർ ഈക്വൽ ടു -1 എന്ന് പറഞ്ഞിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തു. ഇനി എന്ത് ചെയ്യുക? നമുക്ക് എനെ ഇൻസേർട്ട് ചെയ്തു. എനെ നമ്മൾ ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്തു. എനെ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്തു? എനെ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ട് ഈക്വൽ ടു റിയർ ഈക്വൽ ടു 0 എന്ന് പറയാം നമുക്ക് അല്ലേ? ഫ്രണ്ട് ഈക്വൽ ടു റിയർ ഈക്വൽ ടു 0 എന്ന് പറയാം. കാരണം എന്താ? ഫ്രണ്ടിൽ തന്നെ ആയിരിക്കും റിയറും. അതായത് ഒരൊറ്റ എലമെൻ്റ് അല്ലേ? അപ്പോൾ അതിൻ്റെ ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും ഒക്കെ ഒരൊറ്റ ഇൻഡെക്സ് പോയിൻ്റ് ആയിരിക്കും. നെക്സ്റ്റ് എന്ത് ചെയ്യും? ബീനെ ഇൻസേർട്ട് ചെയ്തു. ഓക്കെ, ബീനെ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ട് ഈക്വൽ ടു ബീനെ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞു. ബീനെ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ? ഫ്രണ്ട് ഈക്വൽ ടു 0 റിയർ ഈക്വൽ ടു 1 വരും അല്ലേ? ഇനി നമ്മൾ സീനെ ഇൻസേർട്ട് ചെയ്യാണ്. സീനെ ഇൻസേർട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? ഫ്രണ്ട് അപ്പോഴും 0 തന്നെയാണ്, റിയർ ഈക്വൽ ടു 2 വരും അല്ലേ? അപ്പോൾ സീനെ ഇൻസേർട്ട് ചെയ്തു, ഡീനെ ഇൻസേർട്ട് ചെയ്തു, ഇനെ ഇൻസേർട്ട് ചെയ്തു അല്ലേ? ഇനെ ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഫ്രണ്ട് ഈക്വൽ ടു 0 റിയർ ഈക്വൽ ടു 4. അപ്പോൾ ഇതിന് കോമൺ ആയിട്ട് നമുക്ക് പറയാം ഫുള്ളി കണ്ടീഷൻ. ഇപ്പോൾ ഇതൊരു ഫുള്ളി കണ്ടീഷൻ അല്ലേ? ഫുള്ളി കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മാക്സിമം സൈസ് എത്ര? മാക്സിമം സൈസ് 5 അല്ലേ? മാക്സിമം 5 അല്ലേ? മാക്സിമം സൈസ് എത്ര? 1 2 3 4 5. ഈ മാക്സിമം സൈസിൽ നിന്ന് 1 മൈനസ് ചെയ്തതാണ് എന്ത്? റിയറിൻ്റെ വാല്യൂ. അപ്പോൾ അത് ഓർക്കുക. എം ടി കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എഫ് ഈക്വൽ ടു ആർ ഈക്വൽ ടു -1. ഫുള്ളി കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ റിയർ ഈക്വൽ ടു അല്ലേ? റിയർ എവിടെ വരും? റിയർ മാക്സിമം സൈസ് -1 വരും. ഈ ഇൻഡെക്സ് പോയിൻ്റാണ് നമ്മൾ പറയുന്നത്. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇതിവിടെ 0യിൽ ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ എങ്ങനെ വരുള്ളൂ. ഇനി 1ലാണ് ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിലോ എഫ് ഈക്വൽ ടു ആർ ഈക്വൽ ടു 0 ആയിരിക്കും എന്ത്? എം ടി സ്പേസ്. ഓക്കെ, അതൊന്ന് ആലോചിച്ചാൽ മതി. റിയർ ഈക്വൽ ടു മാക്സിമം സൈസ് തന്നെ വരും. ഓക്കെ, ശരി.
ഇനി നമുക്ക് കുറച്ച് ക്യൂവിൻ്റെ ടൈപ്പുകൾ നോക്കണം. ഓക്കെ, കുറച്ചധികം ടൈപ്പുകൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ക്യൂവിനെ നമുക്കറിയാം എന്താണ്, ഫിഫോ പോളിസി, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് പോളിസിയാണ് ഇത് വർക്ക് ചെയ്യുന്നത് അല്ലേ. ഇംപ്ലിമെൻറ്റേഷൻ ഫിഫോ പോളിസിയിലാണ് വർക്ക് ചെയ്യുന്നത് അറിയാം. അപ്പോൾ നമുക്ക് ഈ ക്യൂവിൻ്റെ ഇൻസേഷൻ എന്ന് പറഞ്ഞാൽ അത് റിയർ എൻഡിലൂടെ ആയിരിക്കും ഇൻസേഷൻ ചെയ്യുക. അതായത് നമുക്ക് ഇപ്പോൾ ഒരു ക്യൂ ഉണ്ട് ഇവിടെ, അതിൽ ഫ്രണ്ട് എൻഡ് ഉണ്ട്, റിയർ എൻഡ് ഉണ്ട്. ബാക്ക് സൈഡത്തെ എൻഡിനെ നമ്മൾ റിയർ എൻഡ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഒരു ക്യൂവിനെ ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഫ്രണ്ടിലൂടെയാണോ ഇൻസേർട്ട് ചെയ്യുക? അല്ല, ഫ്രണ്ടിലൂടെ ഒരു ക്യൂവിനെ ഇൻസേർട്ട് ചെയ്താൽ നമുക്ക് ഇപ്പോൾ ഒരു ഫിസിക്കൽ റിയൽ ലൈഫ് എക്സാമ്പിളൊക്കെ, ഒരു ക്യൂ കുറച്ച് അധികം ആളുകൾ ക്യൂ നിൽക്കുമ്പോൾ ഒരാൾക്ക് അതിൻ്റെ ഫ്രണ്ടിലൂടെ കയറാൻ പറ്റുമോ? ഇല്ല, ബാക്ക് സൈഡിലൂടെയാണ് ക്യൂവിൻ്റെ ഇൻസേർട്ട് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ഇൻസേർഷൻ ഡൺ അറ്റ് ദി വൺ എൻഡ് കാൾഡ് റിയർ എൻഡ്, ഡിലീഷൻ ഡൺ അറ്റ് ദി അതർ എൻഡ്. ഡിലീഷൻ ഫ്രണ്ടിലൂടെയാണ് ഡിലീഷൻ ചെയ്യുക അല്ലേ. ബാക്കിലൂടെ ഇങ്ങനെ ആളുകൾ കയറി ഫ്രണ്ടിലൂടെ ഇങ്ങനെ ഡിലീറ്റ് ചെയ്ത് പോകും. അപ്പോൾ ഫ്രണ്ടിലൂടെ ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യുന്നതിനെ നമ്മൾ എന്ത് പറയും? എൻ ക്യൂ എന്ന് പറയും. ബാക്കിലൂടെ ഇൻസേർട്ട് ചെയ്യുന്നതിന് എൻ ക്യൂ എന്ന് പറയും. ഫ്രണ്ടിലൂടെ ഡിലീഷൻ ചെയ്യുന്നതിന് നമ്മൾ ഡി ക്യൂ എന്ന് പറയും അല്ലേ. ഡിലീഷൻ ക്യൂ, ഇത്രയാണ് നമുക്ക് അറിയുന്നത്. ഇനി അതിൻ്റെ ടൈപ്പുകൾ നോക്കുക. കുറച്ച് ടൈപ്പുകൾ നമുക്ക് പഠിക്കാനുണ്ട്. ഫസ്റ്റ് 4 ടൈപ്പ് ഓഫ് ക്യൂസ് ആണ് നമുക്കുള്ളത്. സിമ്പിൾ ക്യൂ, ലീനിയർ ക്യൂ, സർക്കുലർ ക്യൂ, പ്രയോറിറ്റി ക്യൂ, ഡബിൾ എൻഡഡ് ക്യൂ. ഡബിൾ എൻഡഡ് ക്യൂവിനെ നമ്മൾ ഡി ക്യൂ എന്ന് പറയും. ഡി, ഓക്കെ, 2 ഡി ക്യൂ ഉണ്ട്, ഒന്ന് ഡി ക്യൂ. ഇത് എന്താണ്? ഡിലീഷൻ ഫ്രം ദി ക്യൂ ആണ്. ഡി ക്യൂ എന്ന് പറഞ്ഞാൽ ഡബിൾ എൻഡഡ് ക്യൂ. ഓക്കെ, ഫസ്റ്റ് വൺ സിമ്പിൾ ക്യൂ, അതായത് ലീനിയർ ക്യൂ. നമ്മൾ ഇതുവരെ പറഞ്ഞ ഒരു ക്യൂവിൻ്റെ കൺസെപ്റ്റ് ഉണ്ടല്ലോ അല്ലേ. ഡിലീഷൻ അറ്റ് ദി ഫ്രണ്ട് എൻഡ്, ഇൻസേഷൻ അറ്റ് ദി ബാക്ക് എൻഡ് അല്ലേ. എൻ ക്യൂ ചെയ്യും, ഡി ക്യൂ ചെയ്യും എന്ന് പറഞ്ഞിട്ടുള്ള ഫിഫോ പോളിസി സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന ക്യൂ, അതാണ് നമ്മൾ എന്ത് പറയുന്നത്? സിമ്പിൾ ക്യൂ അല്ലെങ്കിൽ ലീനിയർ ക്യൂ എന്ന് പറയുന്നത്. അത് നമ്മൾ ഇതുവരെ നോക്കിയ ക്യൂ തന്നെയാണ്. ഇനി സർക്കുലർ ക്യൂ. ഓക്കെ, നമ്മൾ സർക്കുലർ ക്യൂവിൽ നമ്മൾ ലീനിയർ ക്യൂവിൽ പറഞ്ഞ പോലെ തന്നെയുള്ള കാര്യങ്ങളാണ് അതിൻ്റെ ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ. പക്ഷേ സർക്കുലർ ക്യൂവിൽ നമ്മൾ ക്യൂവിൻ്റെ ഏറ്റവും ലാസ്റ്റ് എലമെൻ്റ് ഉണ്ടല്ലോ, ഏറ്റവും ലാസ്റ്റ് റിയർ എൻഡ് അല്ലേ, റിയർ എൻഡിൽ നിന്ന് അതിൻ്റെ ഫ്രണ്ട് എൻഡിലേക്ക് ഒരു ലിങ്ക് കൊടുക്കും. ഇതാണ് സർക്കുലർ ക്യൂ എന്ന് പറഞ്ഞാൽ. ഓക്കെ, സിമിലർ ടു ലീനിയർ ക്യൂ എക്സെപ്റ്റ് ലാസ്റ്റ് എലമെൻ്റ് ഓഫ് ക്യൂ ഈസ് കണക്റ്റഡ് ടു ദി ഫസ്റ്റ് എലമെൻറ്റ്. ഓക്കെ, സർക്കുലർ ക്യൂവിന് റിംഗ് ബഫർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പേരും കൂടി ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് കാണാം, റിയർ കാണാം, എൻ ക്യൂ കാണാം, ഡി ക്യൂ കാണാം എന്നൊക്കെയാണ് ഇതിൻ്റെ ഓപ്പറേഷൻസ്. ഫ്രണ്ട്, റിയർ, എൻ ക്യൂ, ഡി ക്യൂ. ഓക്കെ, ഒരു ലീനിയർ ക്യൂ ഉണ്ട്. ലീനിയർ ക്യൂവിൻ്റെ ലാസ്റ്റ് പോർഷൻ ഫ്രണ്ട് പോർഷനുമായിട്ട് എന്ത് എടുക്കുക? കണക്ട് ചെയ്യുക. അതാണ് സർക്കുലർ ക്യൂ നമ്മൾ നേരത്തെ നോക്കിയത്. അപ്പോൾ ഈ ഒരു കണക്ഷന് നമുക്ക് നോക്കുന്ന സമയത്ത് നോക്കിയാൽ ഇതൊരു ലീനിയർ ക്യൂ ആയിരുന്നു. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഇൻഡെക്സിൽ നിന്ന് ആദ്യത്തെ ഇൻഡെക്സിലേക്ക് റിയർ എൻഡിൽ നിന്ന് ഫ്രണ്ട് എൻഡിലേക്ക് എന്ത് കൊടുത്തു? ഒരു കണക്ഷൻ കൊടുത്തു. ഇതിനെ നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. സർക്കുലർ ക്യൂ നമ്മൾ ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യാറ് സാധാരണ, ഒരു സർക്കിൾ രൂപത്തിൽ. അപ്പോൾ നോക്കിയാൽ ഇതിൻ്റെ ഫസ്റ്റ് ഇൻഡെക്സ് 0th ഇൻഡെക്സ് 1 2 3 4 5. ഓക്കെ അല്ലേ. ഈ 5 കഴിഞ്ഞാൽ നേരെ എന്തിലേക്ക് വരും? 0യിലേക്ക് വരും അല്ലേ. ഇനി ഇതിൻ്റെ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് സർക്കുലർ ക്യൂ ഡെവലപ്പ് ചെയ്തത്? അതായത് ഇപ്പോൾ നമ്മൾ ഒരു ക്യൂ ഉണ്ട്, ഒരു ക്യൂവിൽ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട് എ ബി സി ഡി ഇ എന്ന് പറഞ്ഞിട്ടുള്ള 5 വാല്യൂസ് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഫ്രണ്ട്, ഇതിൻ്റെ റിയർ എൻഡ്. ഓക്കെ, ഇനി എനിക്കൊരു വാല്യൂ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഫ്രണ്ടിൽ നിന്നല്ലേ ഡിലീറ്റ് ചെയ്യാം. ഫ്രണ്ടിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ എ ആണ് ഡിലീറ്റ് ചെയ്തത് അല്ലേ. എ ഡിലീറ്റ് ചെയ്തു. ഓക്കെ, ഇനി ഒരു വാല്യൂ കൂടി എനിക്ക് ഡിലീറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഇതിന് ബി ഡിലീറ്റ് ചെയ്തു. ഓക്കെ, ബി ഡിലീറ്റ് ചെയ്തു. ഓക്കെ, ഇനി ഇപ്പോൾ ഇവിടെ
ഫ്രണ്ട് ഇങ്ങോട്ടേക്ക് എത്തി, ഓക്കെ ഓക്കെ. പക്ഷേ എനിക്കിനി ഒരു എഫ് എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ ഇൻസേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഓക്കെ, എഫ് എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ ഇൻസേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ഓൾറെഡി ഒക്യുപ്പൈഡ് ആയിരുന്നത് കൊണ്ട് എനിക്കിനി ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റൂല എന്നുള്ളൊരു കൺസെപ്റ്റാണ് ലീനിയർ ക്യൂബിൽ. അതായത് ഇപ്പോൾ ഇവിടെ മെമ്മറി അവൈലബിൾ ആണ്, ഓക്കെ, മെമ്മറി അവൈലബിൾ ആയതുകൊണ്ട് ശരിക്കും ഇൻസേർട്ട് ചെയ്യാൻ കഴിയണ്ടേ. പക്ഷേ എനിക്ക് റിയർ എൻഡിലൂടെ ഉള്ളൂ ഇൻസേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. റിയർ എൻഡിൽ എന്താണ്, ഇവിടെ ഈ കൊണ്ട് നമ്മൾ അവിടെ അവസാനിച്ചിട്ടുണ്ട്, അവിടെ മെമ്മറി അവൈലബിൾ അല്ല. ഓക്കെ, അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യുക, എഫ് എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ ഈ ഒരു ക്യൂവിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ഈ രണ്ട് കാണുന്ന ഈ മെമ്മറിയും എന്താണ്, ഇവിടെ വേസ്റ്റേജ് ആണ് അല്ലേ. അതായത് മെമ്മറി അവൈലബിൾ ആയിട്ട് പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇൻസേർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിനെ ഒരു ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്ത് ഒരു സർക്കുലർ ക്യൂ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കൺസെപ്റ്റ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ സർക്കുലർ ക്യൂവിൽ ഫസ്റ്റ് ഇൻഡെക്സ് ലാസ്റ്റ് ഇൻഡെക്സ് എന്നൊന്നുമില്ല. അതായത് ലാസ്റ്റ് ഇൻഡെക്സ് നമ്മളിപ്പോൾ ഒരു 5 കഴിഞ്ഞാലും അതിൻ്റെ നെക്സ്റ്റ് ഇൻഡെക്സ് ആണ് 0 ആയിട്ട് വരിക. ഇവിടെ 5ാമത്തെ ഇൻഡെക്സിൽ നെക്സ്റ്റ് കഴിഞ്ഞാൽ ഒന്നുമില്ല അല്ലേ. പക്ഷേ സർക്കുലർ ക്യൂവിൽ നെക്സ്റ്റ് കഴിഞ്ഞാൽ 0th ഇൻഡെക്സ് പരിഗണിക്കും. ഓക്കെ, ഇതിലില്ല ഫസ്റ്റ് ലാസ്റ്റ് ഇല്ല. പക്ഷേ നമ്മൾ എന്നാലും ഒരു ഫ്രണ്ട് റിയർ എൻഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കൺസെപ്റ്റ് പറയുന്നുണ്ട്. അതായത് ഇനീഷ്യലി ഫ്രണ്ട് ഈക്വൽ ടു റിയർ ഈക്വൽ ടു -1 ആയിരിക്കും, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. ഓക്കെ, ഇനി എനിക്ക് എന്ത് ചെയ്യാം, അത് നോക്കാം. ഓക്കെ, ഇനീഷ്യലി ഫ്രണ്ട് ഈക്വൽ ടു റിയർ ഈക്വൽ ടു -1, സർക്കുലർ ക്യൂ എം ടി ആയതുകൊണ്ട്. ഇനി ഈ സർക്കുലർ ക്യൂ 6 സൈസ് ആണുള്ളത്. സൈസ് 6 ആണ്. 0 to 5 വരെ ഇൻഡെക്സ് വരും. ഓക്കെ, എനിക്ക് വാല്യൂ എൻ്റർ ചെയ്യേണ്ട വാല്യൂസ് ABCDEFG ആണ്. ഇനി നോക്കാം, ഞാൻ ഫസ്റ്റ് എന്ത് ചെയ്തു, ഫസ്റ്റ് അതിൻ്റെ എനിക്ക് 0th ഇൻഡെക്സിൽ ഇൻഡെക്സ് കൊടുത്തു. 0th നമ്മൾ എ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് 0th ഇൻഡെക്സിലാണ് ഇൻസേർട്ട് ചെയ്യുക അല്ലേ. 0th ഇൻഡെക്സ് ഇതാ ഇവിടെ കിടക്കുന്നത്. അപ്പോൾ എനെ ഞാൻ എന്ത് ചെയ്തു, 0th അപ്പോൾ ഇൻസേർട്ട് എ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, എനിക്ക് എ ഇൻസേർട്ട് ചെയ്തു. എ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ടും റിയറും ഒരേ പൊസിഷനല്ല വരിക. അതായത് ഇനീഷ്യലി -1 ആയിരുന്നു, ഫ്രണ്ടും റിയറും -1. അതായത് ഇൻഡെക്സിലൊന്നും പെടാത്ത അപ്പുറത്ത് കിടക്കുന്നത്. ഇനി ഈ ഭാഗത്ത് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഇതന്നെ ആയിരിക്കും അതിൻ്റെ ഫ്രണ്ടും, ഇതന്നെ ആയിരിക്കും അതിൻ്റെ ബാക്കും അല്ലേ. അപ്പോൾ എ ഇൻസേർട്ട് ചെയ്യുമ്പോൾ 0 തന്നെ ആയിരിക്കും അതിൻ്റെ ഫ്രണ്ടും, 0 തന്നെ ആയിരിക്കും എൻ്റെ റിയറും. അപ്പോൾ ഫ്രണ്ട് ഈക്വൽ ടു റിയർ ഈക്വൽ ടു 0. ഓക്കെ, ഇനി അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ബിയും സിയും ഡിയും ഇയും എഫ് ഒക്കെ ഇൻസേർട്ട് ചെയ്തു അല്ലേ. നോക്കിയാൽ ബി ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഫ്രണ്ട് ഈക്വൽ ടു 0, റിയർ ഈക്വൽ ടു എന്ത് വരും, 1 വരും. സി ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഫ്രണ്ട് ഈക്വൽ ടു, ഫ്രണ്ട് അവിടെ തന്നെ കിടക്കും അല്ലേ. റിയർ ഈക്വൽ ടു 2. ഡീനെ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഫ്രണ്ട് ഈക്വൽ ടു 0, റിയർ ഈക്വൽ ടു 3. നെക്സ്റ്റ് റിയർ ഈക്വൽ ടു 4 വരും. എഫിനെ കൂടി ഇൻസേർട്ട് ചെയ്യുമ്പോൾ റിയർ ഈക്വൽ ടു എന്ത് വരും, 5 വരും. അപ്പോൾ ഇത് ഫുള്ളി ഒക്യുപ്പൈഡ് ആയില്ലേ, ഫുള്ള്. അപ്പോൾ ഈ ഒരു സർക്കുലർ ക്യൂ ഇവിടെ ഫുള്ളായി അല്ലേ. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഫുള്ളി സർക്കുലർ ക്യൂ ആണെന്നുണ്ടെങ്കിൽ മാക്സിമം സൈസ് എന്താ, ഇവിടെ 6 ആണ് മാക്സിമം ക്യൂവിൻ്റെ സൈസ് ആട്ടോ നോക്കാം. അതായത് 0th ഇൻഡെക്സ് മുതലാണെങ്കിൽ മാക്സിമം സൈസ് അതിൽ നിന്ന് 1 കുറച്ചാൽ മതി. അതായത് മാക്സിമം സൈസ് -1. ഓക്കെ, ഇനി നമുക്ക് അതായത് നമ്മൾ എഫ് വരെ അല്ല, നമുക്ക് ഈ ജീനെ കൂടി ഇൻസേർട്ട് ചെയ്യണം അല്ലേ. ഈ ജീനെ കൂടി ഇൻസേർട്ട് ചെയ്യണം. ഈ ജീനെ ഇൻസേർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ എനിക്ക് ഒരാളെ ഡിലീറ്റ് ചെയ്യണ്ടേ. അപ്പോൾ ഡിലീഷൻ ഞാൻ 0 ഫ്രണ്ട്, ഇപ്പോൾ നമ്മളിപ്പോൾ ഇത് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഫ്രണ്ട് ഇവിടെയാണ്, നോക്കിയാൽ ഫ്രണ്ട് ഇവിടെയാണ്, റിയർ ഇവിടെയാണ് അല്ലേ. ഓക്കെ, അപ്പോൾ ഇനി ഇൻസേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ നിന്ന് ഒരാളെ ഡിലീറ്റ് ചെയ്യണം. അതായത് ഫ്രണ്ടിൽ നിന്നാണ് ഡിലീറ്റ് ചെയ്യുക. ഫ്രണ്ട് എവിടെയാണ് പോയിന്റ് ചെയ്യുന്നത്, അയാളിൽ നിന്നാണ് ഡിലീറ്റ് ചെയ്യുക. ഓക്കെ, അയാളിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ എ ഇവിടുന്ന് എന്ത് ചെയ്തു, ഡിലീറ്റ് ചെയ്ത് മാറി. എ ഡിലീറ്റ് ചെയ്ത് മാറിയാൽ എനിക്കിവിടെ ഒരു ഫ്രീ സ്പേസ് വന്നില്ലേ. അപ്പോൾ നെക്സ്റ്റ് റിയർ എൻഡിലൂടെയാണ് നമ്മൾ എ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫ്രണ്ട് എവിടെ വരും, പിന്നെ ഫ്രണ്ട് ബി വരും.
ഓക്കെ, ബി വന്നു കഴിഞ്ഞാൽ എന്ത് പറയും, നമുക്ക് ഈ റിയർ കഴിഞ്ഞിട്ട് ഒരു സ്പേസ് കൂടി ഉണ്ട് ഇവിടെ അല്ലേ. റിയർ കഴിഞ്ഞിട്ട് 0th സ്പേസ് അവിടെ 0 ആണ്. അവിടേക്ക് നമ്മൾ ജീനെ ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. കണ്ടോ, അവിടെ നമ്മൾ എന്ത് ചെയ്തു, ഈ ജീനെ നമ്മൾ അവിടേക്ക് ഇൻസേർട്ട് ചെയ്തു. ഓക്കെ ആണല്ലോ അല്ലേ, ജീനെ ഇൻസേർട്ട് ചെയ്താണ്ടല്ലേ. ഓക്കെ, ഇനി ഒരു കൺസെപ്റ്റാണ് നമ്മൾ സ്റ്റാക്കിൽ പറഞ്ഞ പോലെ തന്നെ ഒരു കൺസെപ്റ്റാണ്. ഒരു ഫുള്ളി ഒക്യുപ്പൈഡ് ആയ ഒരു ക്യൂവിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതിന് നമ്മൾ എന്ത് പറയുന്നു, ഓവർഫ്ലോ എന്ന് പറയുന്നു. എം ടി ആയിട്ടുള്ള ഒരു ക്യൂവിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്, ഓൾറെഡി എം ടി ആണ്, അതിൽ നിന്ന് പിന്നെ ഡിലീറ്റ് ചെയ്യാൻ പറ്റുമോ, ഇല്ലല്ലോ. ആ ഒരു കണ്ടീഷനെ നമ്മൾ എന്ത് പറയുന്നത്, അണ്ടർഫ്ലോ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓവർഫ്ലോ കണ്ടീഷനും അണ്ടർഫ്ലോ കണ്ടീഷനും. ഓക്കെ, ഇനി ടൈം കോംപ്ലക്സിറ്റി ഓഫ് എൻ ക്യൂ. ഒരു ക്യൂവിൽ നിന്ന് ഓക്കെ, ഒരു ടൈം കോംപ്ലക്സ് എൻ ക്യൂ എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് ഇൻസേർട്ട് ചെയ്യാണ് അല്ലേ, ഏതിലേക്ക്, ഒരു ക്യൂവിലേക്ക് ആർ എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ ഇൻസേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എവിടേക്ക് ഇൻസേർട്ട് ചെയ്യാൻ നമ്മൾ ഒരൊറ്റ ഇൻസ്റ്റൻറ്റിൽ നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് 1 ഇൻസ്റ്റൻറ്റിൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റും, ഇൻസേർട്ട് ചെയ്യാൻ പറ്റും അല്ലേ. പക്ഷേ ഇതിനെ നമുക്ക് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഒരു ഒറ്റ ഇൻസ്റ്റൻറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ എൻ ക്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓർഡർ ഓഫ് 1 ആണ്. ഇനി ഡി ക്യൂ ഓപ്പറേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിലോ, ഡി ക്യൂ ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിനെ ഈ ഫ്രണ്ടിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഒരൊറ്റ ഇൻസ്റ്റൻറ്റിൽ ഡിലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓർഡർ ഓഫ് 1 തന്നെയാണ് ഡി ക്യൂ. ഓക്കെ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്, നീഡ് ഓഫ് സർക്കുലർ ക്യൂ. നീഡ് ഓഫ് സർക്കുലർ ക്യൂവിൻ്റെ നീഡ് എന്താ, എഫക്റ്റീവ് യൂസ് ഓഫ് മെമ്മറി, ഈസിയർ കമ്പ്യൂട്ടേഷൻ, ഡിലീറ്റ് എലമെൻറ്റ് ഓൺ പ്രയോറിറ്റി, ക്യാൻ ബി ഇംപ്ലിമെൻറ്റ് ലിഫോ. സർക്കുലർ ക്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു നേരത്തെ പഠിച്ച ഒരു കാര്യം അല്ലേ. അതായത് ഇപ്പോൾ ഇവിടെ എ ബി സി ഡി എന്ന് പറഞ്ഞിട്ടുള്ള 4 വാല്യൂ ഉണ്ട്. അപ്പോൾ എനെ എനിക്ക് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനെ ഡിലീറ്റ് ചെയ്തു ഇവിടുന്ന്. അപ്പോൾ ഇവിടെ ഒരു മെമ്മറി ഇവിടെ അവൈലബിൾ ആയി കിടക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ഈ എന്ന് പറഞ്ഞിട്ടൊരു വാല്യൂ ഇൻസേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിലും അത് കഴിയാത്തൊരു സാഹചര്യം വരും. കാരണം റിയർ എൻഡിൽ വാക്കൻറ്റ് സ്പേസ് ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇതിനെങ്ങനെ റിയർ എൻഡും ഫ്രണ്ട് എൻഡും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ റിയർ എൻഡിൻ്റെ ശേഷം വരുന്നത് ഫ്രണ്ട് എൻഡ് ആവും അല്ലേ. അപ്പോൾ ഇവിടെ ഒരു വാക്കൻറ്റ് സ്പേസ് വന്നാൽ ഇതിനെയാണ് നമ്മൾ സർക്കുലർ ക്യൂ എന്ന് പറയുന്നത്. ഒരു മെമ്മറി യൂട്ടിലൈസേഷൻ എഫിഷ്യൻറ്റ് വേയിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ് നമ്മൾ സർക്കുലർ ക്യൂ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആൻസർ വരുന്നത് എഫക്റ്റീവ് യൂസ് ഓഫ് മെമ്മറി ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ആണ് പ്രയോറിറ്റി ക്യൂ. പ്രയോറിറ്റി ക്യൂവിൽ സാധാരണ നമ്മളെ ലീനിയർ ക്യൂ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ എലമെൻറ്റ്സ് അലോട്ട് ചെയ്യുന്നത് അതിൻ്റെ ഒരു പ്രയോറിറ്റി ബേസ്ഡ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മൾ സിസ്റ്റത്തിൽ നമ്മൾ MP3 വർക്ക് ചെയ്യുന്നുണ്ട്, വീഡിയോ എഡിറ്റ് ചെയ്യുന്നുണ്ട്, ഒരു പ്രിൻ്റ് എടുക്കുന്നുണ്ട്, 3 പ്രോസസ്സ് അറ്റ് എ ടൈം ചെയ്തുകൊണ്ടിരിക്കുക. ഇത് ജോബ് ഷെഡ്യൂളിംഗ് എന്ന് പറയും. ഓരോ ജോബ് ഷെഡ്യൂൾ ചെയ്ത് പോകും. ഓക്കെ, ഇതിങ്ങനെ പ്രോസസ്സ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഒരു ക്യൂ ഡാറ്റ സ്ട്രക്ചർ വെച്ചിട്ടാണ് ജോബ് ഷെഡ്യൂളിംഗ് നടക്കുന്നത്. ഓക്കെ, ഈ ജോബിൻ്റെ ഇടയിൽ കൂടെ ഒരു പവർ ഫെയിലിയർ വരികയാണ്. പവർ ഫെയിലിയർ വരുന്ന സമയത്ത് അത് നമ്മളെല്ലാ പ്രോസസ്സിനെയും ഇൻ്ററപ്റ്റ് ചെയ്തിട്ട് ഈ പവർ ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ എന്ത് മെഷേഴ്സ് സിസ്റ്റം എടുക്കണം എന്നുള്ള ഒരു ഇൻ്ററപ്റ്റ് സിസ്റ്റം ജനറേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഏറ്റവും പ്രയോറിറ്റി ഇവിടെ എന്താ, പവർ ഫെയിലിയർ വന്നാൽ എന്ത് മെഷേഴ്സ് സിസ്റ്റം എടുക്കണം എന്നാണ്. അതിനുശേഷമാണ് ബാക്കിയുള്ള പ്രോസസ്സ്, അവിടെ MP3 വർക്ക് ചെയ്യണോ ബാക്കിയുള്ളതൊക്കെ അവിടെ റൺ ചെയ്യേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ ആ സിസ്റ്റം അവിടെ ഫെയിലിയർ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നോക്കിയാൽ ഇപ്പോൾ യഥാർത്ഥത്തിൽ ആ ക്യൂവിൻ്റെ ഉള്ളിൽ നമ്മൾ നേരത്തെ പറഞ്ഞ 3 പ്രോസസ്സ് ആണെന്നുണ്ടെങ്കിലും അതിന് ശേഷം വന്ന ഇൻ്ററപ്റ്റിനെ ആദ്യം ഇവിടെ റൺ ചെയ്യിക്കണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഈ ഹൈ പ്രയോറിറ്റി പ്രോസസ്സുകൾ വന്നാൽ അതിനെ ആദ്യം ഷെഡ്യൂൾ ചെയ്യണം, അതിനെ ആദ്യം പ്രോസസ്സ് ചെയ്യണം അല്ലേ. ഇങ്ങനെ പ്രോസസ്സ് ചെയ്യുന്ന ഈ ഒരു പ്രയോറിറ്റി ക്യൂവിൻ്റെ ഒരു അപ്ലിക്കേഷനാണ്. ഓക്കെ, അതായത് ഓരോ എലമെൻറ്റ്സിനും അതിനെ അസൈൻ ചെയ്തിട്ടുള്ളൊരു പ്രയോറിറ്റി ലെവലിലാണ് ഈ പ്രയോറിറ്റി ക്യൂ വർക്ക് ചെയ്യുക.
ഹൈ പ്രയോറിറ്റി എലമെൻറ്റ്സ് ആയിരിക്കും ആദ്യം പ്രയോറിറ്റി ക്യൂവിൽ നിന്ന് പുറത്തേക്ക് പോവുക. ഓക്കെ, അതിൻ്റെ അപ്ലിക്കേഷൻസ് ആണ് എന്ത്? ഇൻറ്ററപ്റ്റ് ഹാൻഡ്ലിങ്, പ്രയോറിറ്റി ക്യൂ ആൻഡ് ബി ഇംപ്ലിമെൻറ്റഡ് യൂസ് ഹീപ്പ്. ഓക്കെ, പ്രയോറിറ്റി ക്യൂ ഹീപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡാറ്റ സ്ട്രക്ചർ, ഹീപ്പ് ഡാറ്റ സ്ട്രക്ചർ വെച്ചിട്ടാണ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നോക്കാം, ക്യൂ ഈച്ച് എലമെൻറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് എ പ്രയോറിറ്റി എലമെൻറ്റ് വിത്ത് ഹയർ പ്രയോറിറ്റി ആസ് dequeued before the element with the lower priority. If two elements carry the same priority, they served as FIFO policy അനുസരിച്ച് ഇപ്പോൾ രണ്ടും സെയിം പ്രയോറിറ്റി ആണെങ്കിൽ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് വെച്ചിട്ട് അത് വർക്ക് ചെയ്യും. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓഫ് ദ ഡാറ്റ സ്ട്രക്ചർ ക്യാൻ ബി ഇംപ്ലിമെൻറ്റഡ് പ്രയോറിറ്റി ക്യൂ. ഓക്കെ, ആൻസർ വരുന്നത് ഹീപ്പ് ആയിരിക്കും അല്ലേ. ഓക്കെ, നെക്സ്റ്റ് ആണ് എന്ത്? ഡബിൾ എൻഡഡ് ക്യൂ. ഓക്കെ, ഡി ക്യൂ എന്ന് പറഞ്ഞാൽ രണ്ട് ഡി ക്യൂ ഉണ്ട്. ഒരു എലമെൻറ്റിനെ ഡിലീറ്റ് ചെയ്യുന്നതിൻ്റെ ഓപ്പറേഷൻ നമ്മൾ എന്ത് പറയുന്നു? ഡി ക്യൂ എന്ന് പറയുന്നു. നെക്സ്റ്റ് ആണെന്ത്? നമ്മൾ ഡബിൾ എൻഡഡ് ക്യൂ ഇസ് എ ടൈപ്പ് ഓഫ് ക്യൂ. ദാറ്റ് ഈസ് ഇൻസേഷൻ ആൻഡ് ഡിലീഷൻ ഓപ്പറേഷൻ അറ്റ് ദി ബോത്ത് എൻഡ്സ്. നമ്മൾ ഓൾറെഡി പറഞ്ഞത് എന്ത് ചെയ്യുന്നു? ഇൻസേഷൻ ചെയ്യുന്നതിനെ നമ്മൾ റിയർ എൻഡിലൂടെയും ഡിലീഷൻ ചെയ്യുന്നത് ഫ്രണ്ട് എൻഡിലൂടെയും പറഞ്ഞു. ഇനി വേറൊരു ടൈപ്പ് ക്യൂ തന്നെ ആയിട്ടാണ് പറയുന്നത്, രണ്ട് എൻഡിലൂടെയും ഇൻസേർട്ട് ചെയ്യുക ഡിലീറ്റും ചെയ്യുക. അതിനെ നമ്മൾ എന്ത് പറയുന്നു? ഡി ക്യൂ, ഡബിൾ എൻഡഡ് ക്യൂ എന്ന് പറയും. ഡബിൾ എൻഡഡ് ക്യൂ. ഇപ്പോൾ ഡബിൾ എൻഡഡ് ക്യൂ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് പോളിസി ഒന്നും ഇവിടെ വർക്ക് ചെയ്യൂല അല്ലേ. ഫസ്റ്റ് ഔട്ട് ഫസ്റ്റ് പോളിസി വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം കയറിയ ആൾ ആദ്യം ഇറങ്ങണം അല്ലേ. ഇവിടെ നമ്മളൊരു ബസ് കൺസെപ്റ്റ് ചെയ്യുക. ബസ്സിൻ്റെ ഫ്രണ്ട് ഡോറിലൂടെയും ബാക്ക് ഡോറിലൂടെയും ആളുകൾ കയറുന്നുണ്ട് ഇറങ്ങുന്നുണ്ട്. അതാണ് എന്ത്? ഡബിൾ എൻഡഡ് ക്യൂ. ഇപ്പോൾ ഇതൊരു ഡബിൾ എൻഡഡ് ക്യൂ ആണ്. ഇതിന് ഫ്രണ്ട് ഉണ്ട്, ബാക്ക് സൈഡ് ഉണ്ട്, റിയർ എൻഡ് ഉണ്ട്. അപ്പോൾ ബാക്ക് സൈഡിലൂടെ ആളുകൾ കയറുന്നുണ്ട്, ബാക്ക് സൈഡിലൂടെ ആളുകൾ ഇറങ്ങുന്നുണ്ട്. ഫ്രണ്ട് സൈഡിലൂടെ ആളുകൾ കയറുന്നുണ്ട്, ഫ്രണ്ട് സൈഡിലൂടെ ആളുകൾ ഇറങ്ങുന്നുണ്ട് അല്ലേ. ഇൻസേഷനും റിമൂവലും അറ്റ് ദ ഫ്രണ്ട് സൈഡ്, ഇൻസേഷൻ ആൻഡ് റിമൂവൽ അറ്റ് ദി ബാക്ക് സൈഡ്. ദാറ്റ് ഈസ് കാൾഡ് ഡബിൾ എൻഡഡ് ക്യൂ. ഓക്കെ അല്ലേ. ഓക്കെ, അപ്പോൾ ഇത്രയാണ്. ഇനി ലിങ്ക്ഡ് ലിസ്റ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. അത് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. അപ്പോൾ ഇത്രയാണ് ക്യൂ ഉള്ളത്. ഓക്കെ, ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം.